അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. ഇത് ഇവിടെ എടുക്കാൻ പറ്റിയൊരു സിനിമയല്ല. ആക്ച്വലി അത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി എടുത്ത് അത്രമേലാക്കിയത് ലിജോ സാറിൻ്റെ കഴിവാണ്. ഒരു നാടോടി കഥ പോലെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഈ ഒരു ഏജിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം കാണുന്നത്. നല്ല രസമുണ്ട്. നല്ല അടിപൊളി. LJPയുടെ മറ്റേ ഫ്രെയിമുകൾ, എല്ലാ ഫ്രെയിമും നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഫ്രെയിം അടിപൊളി ഗംഭീരിക്കും. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിച്ചിരുന്ന മൂവി കണ്ടാലേ എക്സ്പെക്ടിങ് എല്ലാം മാറിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. പൂരപ്പറമ്പല്ലേ കണ്ടോ? ഇനിയാണ് പൂരം തുടങ്ങാൻ പോണത്. കണ്ടോ? പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. അതിൽ ലാലേട്ടനൊപ്പം ഇത്രയും വലിയൊരു റോള് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് നിന്ന് കൊടുത്താൽ മതി, അദ്ദേഹം തന്നെ എല്ലാം നിയന്ത്രിച്ചോളും. ഇപ്പം നിങ്ങൾ പടം കണ്ടോ? എല്ലാവരും കണ്ടു. ആ ക്യാരക്ടറിന് നിങ്ങൾക്ക് ഇഷ്ടമായോ? മാങ്ങോട്ട് മല്ലനെ. അപ്പോൾ എൻ്റെ ഒരു കഴിവിനെ നല്ലൊരു ബിഗ് സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കഴിവുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തോടും അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ താരരാജാവും മോഹൻലാലിനോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ജനങ്ങൾ കൂടെ ഇരുന്ന് കാണുമ്പം ഒരു മായ കാഴ്ച, ഒരു മുഴുവൻ പ്രേക്ഷകർ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വലുതാണ്. ലിജോ അത്രമാത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പം അഭിനയിച്ച ആളെന്ന നിലയ്ക്ക് കൂടി നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ലിജോ അത്ര ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ സത്യം. മുഴുവൻ ക്രെഡിറ്റും ലിജോ പല്ലിശ്ശേരിക്ക് തന്നെ. അല്ലാതെ എല്ലാവരും കണ്ടിട്ടൊക്കെ ഒപ്പീനിയൻ പറയും. അതറിയാനുള്ള ആകാംക്ഷയുണ്ട്. എല്ലാവരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ അറിയാം. താങ്ക് യു. പോട്ടെ എന്നാ, എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ. Theater experience or film making experience? Theater experience. I feel goosebumps. Yeah, during this film, like Madhu sir and Lijo sir's combination, mind blowing. The cinematic vision and all, like super. How was it? You being part of like I have huge LJP fan, like huge, and even Mohanlal sir into it, so it's a double dhamaka. When watching it in theater, how do you feel when now? Like with the fans, remember, like fast, so all for it. ഗംഭീര മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ലിജോ സാറ് ലാലേട്ടൻ്റെ ഒരു മാജിക് തന്നെയാണ്. ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? സോ അതിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനം. പൊതുവെ എല്ലാവരും നല്ല റെസ്പോൺസാണ്. ഒരുപാട് കാലത്തിന് ശേഷം നല്ലൊരു ആർട്ട് അല്ലെങ്കിൽ കലാമൂല്യമുള്ളൊരു ഫിലിമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം. ഞാൻ കൂടുതൽ കേട്ടില്ല, കുറച്ചേ കേട്ടിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. ഇത് ഇവിടെ എടുക്കാൻ പറ്റിയൊരു സിനിമയല്ല. ആക്ച്വലി അത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി എടുത്ത് അത്രമേലാക്കിയത് ലിജോ സാറിൻ്റെ കഴിവാണ്. അതുകൊണ്ട് ഹാപ്പിയാണ്. താങ്ക് യു. നന്നായിട്ടുണ്ട്. ബെസ്റ്റ്. ആ അടിപൊളിയായിട്ട് കുലിക്കുന്നുണ്ട്. നന്നായിട്ട് കുലിക്കുന്നുണ്ട്. ആ ക്ലാസ് തന്നെയാ, നല്ല ക്ലാസ് പടാ. അടിപൊളി 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 ലിജോ ജോസിന്റെ പടാ. അത്യാവശ്യം കൊള്ളാം, കണ്ടിരിക്കാം. അടിപൊളി. ലിജോയുടെ പടം. അതെ, നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമാനുഭവം നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം മൊത്തത്തിൽ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നാടോടി കഥ പോലെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്. ഞങ്ങളൊരു ഈ ഒരു ഏജിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം കാണുന്നത്. നല്ല രസമുണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. തിയേറ്ററും കുലുക്കുന്നുണ്ട്. നമുക്ക് പിടിച്ചിരുത്തുന്നുണ്ട് പടം. ഒട്ടും ലാഗുമില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. ക്ലാസ്സും എല്ലാം ഉണ്ട്. ഇടിയുണ്ട്, ഫൈറ്റ് എല്ലാം ഉണ്ട്. ഇടിയുണ്ട്, പിന്നെ റൊമാൻസ് ഉണ്ട്. ലാലേട്ടൻ്റെ ഒരു അഭിനയ മികവ് നമുക്ക് ഭയങ്കരമായിട്ടും പിടിച്ചിരുത്തുന്നുണ്ട്. ഫസ്റ്റ് വാച്ചോട്ടെ, ആരും തിയേറ്ററിൽ നിന്ന് കാണാണ്ട് വരുത്. എല്ലാവരും കാണണം. പടം കൊള്ളാം, നല്ല പടമാണ്. ലിജോസിൻ്റെ തന്നെ നല്ല മേക്കിംഗ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ പടത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു മേക്കിങ്ങും എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും ആ ഒരു ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ആ ഫിലിം. ഇൻട്രോ ഒക്കെ നൈസ് ഇൻട്രോ ആയിരുന്നു. അത് നമുക്ക് ആ ലാലേട്ടൻ്റെ ഒരു കിട്ടിയിട്ടുണ്ട്, ഒരു പഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നല്ല രീതിക്ക് തന്നെയാണ് പടം
സ്റ്റാഫ് ഒരു രക്ഷയില്ല ബ്രോ. ലാലേട്ടൻ ഇൻട്രോ പിന്നെ ഒരു വേറെ രീതിയിലാണ് പടം പോണത്. കാരണം ഒരു ഫോക്ക് ഒരു നാടൻ ഒരു രീതിയിലാണ് പടം പോണത്. ഇവരൊരു നാടക രീതിയിലാണ്. പക്ഷെ നല്ല അടിപൊളി. LJPയുടെ മറ്റേ ഫ്രെയിമുകൾ എല്ലാ ഫ്രെയിമും നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ഫ്രെയിം അടിപൊളി ഗംഭീർ. ഇപ്പോൾ ഇൻ്റർവെൽ സീന് മുമ്പ് ഒരു ഫ്രെയിമുണ്ട് ബ്രിട്ടീഷുകാരുടെ എൻട്രിയിലേക്ക്. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ്. ലാലേട്ടൻ സൂപ്പർ, എല്ലാവരും സൂപ്പർ, ലിജോ ജോസ് പെല്ലിശ്ശേരിയും സൂപ്പർ, എല്ലാം സൂപ്പർ, ഒന്നും പറയാനില്ല. മാസല്ല, ക്ലാസ് ആണ് പടം. പൂരപ്പറമ്പല്ലേ കണ്ടോ, ഇനിയാണ് പൂരം തുടങ്ങാൻ പോണത്, കണ്ടോ. അടിപൊളിയാണ്. ലാലേട്ടൻ അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാം ഭാഗം ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. രണ്ടുപേരുടെയും കൂടി കമ്പൈൻഡ് ആണ്. ലിജോയുടെയും മോഹൻലാലിൻ്റെ രണ്ടുപേരുടെയും കൂടി കമ്പൈൻഡ് ആണ്. നല്ല സൂപ്പർ മേക്കിംഗ് ആണ്. അടിപൊളിയായിട്ടാണ് മൂവി പോണത്. ഇടയ്ക്ക് ചെറിയ ലാഗ് പോലെ തോന്നുമെങ്കിലും പക്ഷേ ലാലേട്ടൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നന്നായിട്ട് കത്തിക്കാറുണ്ട്. അതെ അതെ. ഇൻട്രോ ലാലേട്ടൻ്റെ ഇൻട്രോ അടിപൊളിയാണ്. ഇൻട്രോയിൽ പഞ്ച് അടിപൊളിയാണ്. ക്ലൈമാക്സ് നല്ലൊരു ഇതിലാണ് നിർത്തിയേക്കണം. അടിപൊളി ക്ലൈമാക്സ് കൊള്ളാം. ലിജോ ജോസ് മോഹൻലാൽ പടം മാസല്ല, ക്ലാസ് പടം. നല്ല പടം, സൂപ്പർ. LGPയുടെ വേറെ ലെവൽ മൂവിയാണ്, സൂപ്പറാണ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളിയല്ലേ മാസ്. നല്ല ഡയറക്ഷൻ ഉണ്ട്. ലിജോസിയുടെ നല്ലൊരു വിഷ്വൽ എഫക്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനും അടിപൊളിയുണ്ട്. നല്ല മാസം ക്ലാസ് വേണം. നൈസ്, അടിപൊളി, സൂപ്പർ. അടിപൊളിയായിരുന്നു. കൊള്ളാൻ കിട്ടുന്ന പടമാണ്. നല്ല ഫ്രെയിംസ് ആണെങ്കിലും രണ്ടും കൂടിയുള്ള മിക്സാണ്. മാസമുണ്ട്, ക്ലാസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പടം തിയേറ്ററിൽ തന്നെ കാണണം. മൂവി അടിപൊളിയാണ്. നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ആസ്പെക്ട്സും അതിനകത്തുണ്ട്. കളർ കോൺഫിഗറേഷനും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ LJPയുടെ സ്ക്രീൻ സൈസും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കുറച്ചൊന്ന് നമ്മൾ മാറി ചിന്തിക്കണം. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിച്ചിരുന്ന മൂവി കണ്ടാലേ എക്സ്പെക്റ്റിംഗ് എല്ലാം മാറിയായിട്ട് നമുക്കത് തോന്നത്തുള്ളൂ. ക്ലാസ്സും ഉണ്ട്, മാസമുണ്ട്. നമുക്ക് ഒരു ബ്ലഡ് ഫ്ലോ ഓവറായിട്ട് നമുക്കൊരു ബ്ലഡ് ഫ്ലോ ഫീൽ ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും മൂവിയുടെ ടേൺ ഓവറും ട്വിസ്റ്റ് എല്ലാം നമുക്ക് സീൻസ് എല്ലാം അടിപൊളിയായിട്ട് തോന്നും. വിഷ്വൽസ് നല്ല വിഷ്വൽസാണ്. താങ്ക് യു. പടം അടിപൊളിയാണ്. വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇപ്പം പറയാനില്ല. അതിൻ്റെ എക്സ്ട്രീമാണ് കേട്ടോ സാധനം ഇപ്പം ഔട്ട് വന്നിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഇപ്പം ഞാൻ പലയിടത്തും ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മളത്രയും പ്രതീക്ഷിച്ച് നിൽക്കുന്ന മോഹൻലാൽ ജോസഫ് കൂട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത്ര ഒരു ഡയറക്ടർ നോക്കി ആളുകൾ വരുന്നു, ആക്ടർ നോക്കി ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ മോഹൻലാൽ ജോസഫ് പടം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ തിയേറ്ററിലേക്ക് ഓടിയത് നമുക്കത് നഷ്ടമാവില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് പടത്തിൽ. നമുക്ക് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചിങ് ആണ് പടം. ഒരു ക്യാമറ വർക്കാണെങ്കിൽ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്ലാസ് ആൻഡ് മാസ് മൂവിയായിട്ട് തന്നെ കാണാം. ഓക്കെ ഫീലാണ് പടം. നൈസ്. ലിജോയുടെ പടമായിരുന്നോ അതോ മോഹൻലാലിന്റെ പടമാണോ? ലിജോയുടെ പടമോ? മാസമാണോ പടം? മാസമില്ല. തിയേറ്റർ കുലുങ്ങിയായിരുന്നു? കുലുങ്ങൂല. കുലുങ്ങാത്തോണ്ട് മാസമല്ലായിരുന്നോ പടം? ജസ്റ്റ് LGB പടമോ, വേറെ ഒന്നുമില്ല. ശോകമായിട്ടാണോ ഫീൽ ചെയ്തത്? LGB എങ്ങനെ പടം എടുക്കുന്ന അതുപോലെ തന്നെ ഇന്നത്തുള്ള, വേറെ ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല ഇന്നത്തെ. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ, യുവർ 1 കപ്പ് മാജിക്.